നിയമത്തിന് ഏറ്റവും വലിയ നിയമത്താ. ഇത് കൊണ്ടാടാൻ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാ. അതുകൊണ്ട് ആ ബുഖാരിയിലും മുസ്ലിമിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അത് രണ്ടുമാ. ആ രണ്ട് ഗ്രന്ഥത്തിലും കാണാം ബാബു ഫളി ഹസ്സൻ ബിൻ സാബിത്തിന് സ്വഹീഹ് മുസ്ലിമിൽ കൃത്യമായി, ഹദീസ് ബുഖാരിയിലും ഉണ്ട്. ബാബു ഫളി ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല. ഹസ്സൻ ബിൻ സാബിത്ത് പറഞ്ഞത് അൻസാരികളായ സ്വഹാബിമാരിൽ ഏറ്റവും പ്രമുഖനായ ഒരു സ്വഹാബിയ. പലർക്കും പേര് പരിചയമുണ്ടാകും. ഹസ്സൻ ബിൻ സാബിത്തിന് മാത്രം പറയുന്ന ഒരു അധ്യായം തന്നെ സ്വഹീഹ് ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അധ്യായം കൊണ്ടുവന്നപ്പോ ഹസ്സൻ ബിൻ സാബിത്തിന്റെ പവറാണല്ലോ പറയുന്നത്. ആദ്യം കൊണ്ടുവന്ന ഹദീസ് ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആലക്ക് ഒരുപാട് പവർ ഉണ്ടെങ്കിലും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന പവർ ഹദീസ്, ഒന്നാമത്തെ ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത്, മരണത്തിന്റെ ശേഷമുള്ള ആണ്ടല്ല, ജന്മദിനത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സ്വഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സൻ ബിൻ സാബിത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സ്വഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല മദിയത്തെ പള്ളിയിൽ നിന്ന് മൗലിദ് ഓതി. ഹജൗത മുഹമ്മദൽ ഫഅജബ്തു അൽഹു വഇൻദല്ലാഹി ഫിദാകൽ ജസാഉ ഹജൗത മുഹമ്മദൽ ബർറൻ തഖിയാ റസൂലുള്ളാഹി സീമത്തുൽ വഫാഉ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങളും അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയും രണ്ടും കൂടി സമ്മിശ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഹസ്സൻ ബിൻ സാബിത്തും അബൂ ഹുറൈറ തുടങ്ങിയ സ്വഹാബിമാരുടെ നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ നടന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അതേ സംഭവം നടന്നു. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട് ഈ ഹദീസ്. സ്വഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ശാഫി മദ്ഹബിൽ ഒരു മസ്അലയെ പറ്റി പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ഇമാം നബവി എന്ത് പറഞ്ഞു എന്നാ പണ്ഡിതന്മാർ നോക്കുന്നത്, അതാ ഫത്വ കൊടുക്കുന്നത്. ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാം നബവിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക. ഇമാം നബവിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന, അതാ നൽകുക. കാരണം ഷാഫി മദ്ഹബിൽ ഇമാം നബവി രണ്ടാം ഷാഫി എന്ന മുഅ്മിൻ പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഈ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ച് ശറഹ് മുസ്ലിമിൽ എഴുതി. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ്, അവിടുത്തെ മദ്ഹ് പള്ളികളിൽ വെച്ച് ചെല്ലൽ സുന്നത്താകുന്നു എന്ന. ഇമാം നബവി ഈ ഹദീസ് വെച്ചുകൊണ്ട് സ്വഹാബത്ത് മൗലിദ് ഓതി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി ശറഹ് മുസ്ലിമിൽ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മൗലിദ് അഥവാ അവിടുത്തെ മദ്ഹ് പള്ളികൾ വെച്ച് ചെല്ലൽ സുന്നത്താണ്. ഞാൻ ചോദിക്കട്ടെ, ബുഖാരിയും മുസ്ലിമും സ്വഹാബിമാർ റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യലുണ്ടായിരുന്നുവെന്ന് ഹദീസ് കൊണ്ടുവരുന്നു. ഇമാം നബിയെ പോലത്തെ പണ്ഡിതന്മാര് ആ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദും മദ്ഹും പള്ളിയിൽ വെച്ച് ചൊല്ലൽ സുന്നത്താണെന്ന് അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങൾക്ക് ഇനി വേറൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ? ഇമാം നബിയും അതുപോലത്തെ മഹാന്മാരായ അയിമ്മത്തുകളും ഒരു കാര്യം സുന്നത്താണെന്ന് അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ട് സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോകുന്ന ഒരു ആചാരം, അത് നിർവഹിക്കാൻ ഇനി മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന്? നാം അതാ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും. മുളഫർ രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും, ഫാഖിഹാനിന്റെ കാലത്ത് വേറെ ചില രൂപമുണ്ടാകും. അങ്ങനെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വങ്ങൾ വിവരിക്കുന്ന മൗലിദ് ചിലപ്പോൾ മാംസം വിധം ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മാംസം വിധം ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മാംസങ്ങൾ വേവിച്ച് വിധം ചെയ്തിട്ടാവും, ചിലപ്പോൾ പച്ച വിധം ചെയ്തിട്ടാവും. രൂപ വ്യത്യാസമുണ്ടെന്നല്ലാതെ അടിസ്ഥാനപരമായി റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നിലനിന്നു പോകുന്ന ഒരു ആചാരമാണ്. ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് വസ്തുത. ബുദ്ധിപരമായി ചിന്തിച്ചാലും ലോകത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുകയും റസൂലുള്ളാഹിനെ ഓർമ്മിക്കുകയും റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെയും കേൾക്കുന്നവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കുക, ഇത് പറ്റില്ല എന്ന് പറയാൻ ഏത് മനുഷ്യന് കഴിയും? പ്രിയപ്പെട്ട സഹോദരന്മാരെ,